ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം 1 കിലോ ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ല മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോയി, അവർ സ്കൂളിലൊക്കെ പോയി. അപ്പോൾ അവർക്ക് രാവിലെ ലഞ്ചും പിന്നെ അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ അവരെയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഞാനിപ്പോൾ വന്ന് മീനൊക്കെ കഴുകാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഇതുപോലെ മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെളുത്തത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ, അല്ലാത്തതൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. പിന്നെ മീനൊന്നും ഞാൻ മുറിക്കാണ്ട് തന്നെയാണ് കേട്ടോ കറി വെക്കുക. അപ്പം വലിയ മീനൊക്കെ ആണെങ്കിലേ ഉള്ളൂ രണ്ടായിട്ട് മുറിച്ചിട്ടൊക്കെ കറി വെക്കാം കേട്ടോ. അപ്പം ഇത് രണ്ടായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇല്ലയെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതങ്ങനെ രണ്ടായിട്ടൊന്നും മുറിക്കാൻ നിന്നില്ല. പിന്നെ ഇതെല്ലാം കഴുകി ക്ലീനാക്കി നന്നായിട്ട് ഒരുപാട് വെള്ളത്തിൽ കഴുകി എടുത്തു കേട്ടോ. കഴുകി അതിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു ചുവപ്പ് കളറെല്ലാം മാറി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേ. പിന്നെ അതിൻ്റെ മീനിൻ്റെ മുട്ടയും നമ്മളത് വറുത്തെടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ചിലരത് പീര പോലെ നമ്മൾ തേങ്ങയൊക്കെ തിരുകിയിട്ടിട്ട് തോരൻ പോലെ ആക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാനതങ്ങനെ കഴിച്ചിട്ടില്ല. ഇത് വെച്ച് ഞാൻ ഒരു വട്ടം അത് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ നല്ല ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതങ്ങനെ വറുത്തെടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴുകി, അപ്പോൾ മീനിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം നന്നായിട്ട് നമ്മുടെ സിങ്കിൻ്റെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണമുള്ള സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഇരുമ്പും എല്ലാം നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തിരുന്നല്ലേ മീൻ കണ്ടിച്ചത്, അതുകൊണ്ട് പിന്നെ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി മീൻ കറി വെക്കാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് എന്തായിരുന്നു കറി? മോരും പിന്നെ മെഴുക്കുവരട്ടിയും പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തതും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ കറി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് കറികളൊക്കെ ഇരിപ്പുണ്ട്, കറിയും ചോറും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് മീനാകുമ്പം ഞാൻ പോകുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞിട്ട് എങ്ങാണ്ട് നമ്മുടെ വീടിൻ്റെ അതുവഴി വന്നപ്പം അമ്മ വാങ്ങിച്ച് വെച്ചതാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീൻ കറി വെക്കാമെന്ന് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഇനി 2 മണിയാകുമ്പോഴത്തേക്ക് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. 2 മണിയാകുമ്പോൾ അവരെ വിളിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ലച്ചുവിനെ വിളിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീൻ കറിയൊക്കെ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ മീൻകറി വെക്കുമ്പോഴും അതുപോലെ കൊച്ചുള്ളിയാണ് കേട്ടോ എടുക്കാറുള്ളത്. ചിലർ ഇവിടെ അമ്മയൊക്കെ സവാള ഇങ്ങനെ എടുക്കാറുണ്ട്, പക്ഷേ ഞാൻ സവാള അങ്ങനെ എടുക്കാറില്ല. കൊച്ചുള്ളിയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട്. നമ്മൾ ഏത് കറിക്കാണെങ്കിലും കൊച്ചുള്ളി അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുക്കണമെന്ന് വെച്ചതല്ല. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടി കയറിയല്ലോ, അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ഇരിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ നല്ല പച്ചമുളകൊക്കെ അരിഞ്ഞു. പിന്നെ പിന്നെ എല്ലാവർക്കും നമുക്കറിയാമല്ലോ, ഇപ്പോൾ പാചകം എല്ലാവർക്കും എല്ലാം നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പുതിയ ഡിഷസ് ആയാലും എല്ലാം നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. അങ്ങനെ പിന്നെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴറ്റി പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ മീനിൻ്റെ മുട്ടയൊക്കെ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടോ. പക്ഷേ ഇത് പുരട്ടുമ്പോൾ നമുക്ക് മീനൊക്കെ നമ്മൾ പുരട്ടിയെടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ. പക്ഷെ അതങ്ങനെ ഇരിക്കില്ല, ജസ്റ്റ് ഒരു കൊഴുപ്പ് പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതെന്തോ ഒരു അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വറുത്തെടുക്കുമ്പോൾ ഇനി എന്താവും എന്നുള്ളത്. പക്ഷെ വറുത്തെടുത്തപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ പൊടിയെല്ലാം കൂടെ എല്ലാത്തിലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതുപോലെ തന്നെ എനിക്ക് ലിവർ വറക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ലിവർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറി വെക്കുകയാണെങ്കിലും ഇവിടെ അമ്മയൊക്കെ ആണെങ്കിൽ അത് സെപ്പറേറ്റ് മാറ്റി വെക്കും എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ ചിക്കൻ്റെ ലിവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ ഒരടുപ്പിൽ നമ്മുടെ മീൻ കറിക്കുള്ളതും മറ്റേതിൽ നമ്മുടെ മുട്ടയൊക്കെ വറക്കാൻ വേണ്ടിയിട്ടും വെച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി
അതിലേക്ക് നമ്മൾ കഴുകി വെച്ച മീനൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈമാണ് കേട്ടോ. ഇഷ്ടംപോലെ ഫ്രീ ടൈമാണ് അവർ വരുന്നത് വരെ. കാരണം നമുക്ക് വേറെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് സമയം തികയാണ്ട് വരും. പക്ഷേ ഇപ്പം നമുക്ക് സമയം ഒരുപാട് ഉള്ളതുപോലെ തോന്നും കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരെ വിളിക്കാൻ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഇഷ്ടംപോലെ കിട്ടും. കാരണം രാവിലെ നമ്മുടെ ജോലികളെല്ലാം അവർ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം ഏകദേശം തീരുമല്ലോ. നമ്മൾ ഉച്ചക്കത്തേക്ക് ഫുഡും എല്ലാം റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും തുണി കഴുകാനോ അതുപോലെ തന്നെ പിരക്കാൻ തൂക്കാനോ അങ്ങനെയൊക്കെയുള്ള കാണുള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഞാൻ മീൻകറി വെക്കാൻ നോക്കിയപ്പോഴും നമുക്ക് മല്ലിപ്പൊടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് അച്ഛൻ പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. കടയിൽ നിന്ന് നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലെ പൊടിച്ച് കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ അല്ലാണ്ട് പൊടി പാക്കറ്റിൽ വാങ്ങിക്കില്ല. ഇതുപോലെ പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മല്ലിയും മുളകൊക്കെ വാങ്ങിച്ച് ഉണക്കി പൊടിക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയും മുളകൊക്കെ വാങ്ങിച്ച് ടെറസിൻ്റെ മേലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ നന്നായിട്ട് 1-2 വെയിൽ കൊണ്ടിട്ട് അത് പൊടിച്ചെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കടയിൽ നിന്ന് നമ്മളിതുപോലെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ പൊടിച്ച് കൊടുക്കുന്ന മില്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീൻകറിയൊക്കെ ആക്കിയിട്ട് ഞാൻ കൂടെ സമയം നോക്കുന്നുണ്ട്. കാരണം അവരെ വിളിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ 1:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. 1:45 കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ഇറങ്ങാറുള്ളത്. ഇറങ്ങുമ്പോഴത്തേക്ക് അവരുടെ സ്കൂളിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് മൺഡേ മുതൽ അവർക്ക് 3 മണി വരെയാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങിയ സമയം ആയതുകൊണ്ട് 2 മണി വരെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുതൽ അവർക്ക് 3 മണി വരെ ആയിരിക്കും ക്ലാസ്. പിന്നെന്താ, അപ്പോൾ നമ്മുടെ മീൻകറിയുടെ മസാലയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ മസാല നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചില്ല കേട്ടോ. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴല്ലേ അതിലേക്ക് മീനിടുക. അപ്പോൾ ഈ മസാലയിലേക്ക് ഞാൻ ഡയറക്റ്റ് മീനിട്ട് കൊടുത്തിട്ട് അത് മീനിനകത്തോട്ട് മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ഇളക്കി കേട്ടോ. ഇളക്കിയിട്ട് പിന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ കിട്ടുക. പിന്നെ അമ്മ ആ സമയം കൊണ്ട് അവിടെയൊക്കെ തൂക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്ത ആൾ ഒരു ജോലി ചെയ്യുമല്ലോ. അപ്പോൾ അമ്മ അവിടെ എല്ലാം തൂക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുക്കളയിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മീൻകറിയും കൂടെ റെഡിയായി കഴിഞ്ഞാൽ വേറെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ ജോലികളെല്ലാം ഫുള്ള് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി പിള്ളേർ വരുമ്പം അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ റെഡിയായി മീൻകറി അടുപ്പിൽ വെച്ചിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ റെഡിയായി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പപ്പഴമാണ് കേട്ടോ ഇത്. അപ്പോൾ 2-3 കൊല ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ലച്ചുമ്മയൊക്കെ അംഗൻവാടിയിൽ നിന്ന് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ലച്ചുമ്മ ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുന്ന സമയമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് റേഷൻ കടയിലും അതുപോലെ തന്നെ മാർക്കറ്റിലും പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പറയുന്ന സമയത്ത് വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ചേച്ചി ട്യൂഷൻ എടുക്കുന്ന സമയമാണ് കേട്ടോ. ഇപ്പോഴും ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ട്യൂഷനൊക്കെ തുടങ്ങും. അപ്പോൾ പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങി. ലച്ചുവിനെ വീട്ടിൽ ചേച്ചിയുടെ അടുത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് മോളുടെ യൂണിഫോം വാങ്ങിക്കണമായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാണ് ചേച്ചിയുടെ കുഞ്ഞിൻ്റെ. അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പം ഇതാണ് അവരുടെ യൂണിഫോം കോഡെന്ന് പറയുന്നത് കേട്ടോ. മറ്റേ ബ്ലൂവും വൈറ്റും കൂടി ചേർന്നിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റേഷൻ കടയിലൊക്കെ പോയി അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പച്ചരിയാണ് നമ്മൾ കൂടുതൽ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വന്നു. മാർക്കറ്റിലും ഒക്കെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ കിറ്റായിട്ട് വാങ്ങിച്ചു. അല്ലാണ്ട് ഐറ്റംസൊക്കെ നമ്മൾ തൂക്കി വാങ്ങിച്ചു കേട്ടോ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വാങ്ങിച്ചെങ്കിലേ
നമുക്ക് ഇതാവും കേട്ടോ. അല്ലെങ്കിലും അമ്മ അങ്ങനെയാണ് വാങ്ങിക്കുക. കുറേ ഇതുപോലെ വഴുതനങ്ങ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കുറേശ്ശെ തൂക്കി വാങ്ങിക്കാറുണ്ട്. പിന്നെ ഒരു കിറ്റ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കിറ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു തരുന്ന കടയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെന്താ, ഇത് അവരുടെ ഒരു സ്കൂളും പിന്നെ അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡും അങ്ങനെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.